ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചില്ലേ? പെരുന്നാളൊക്കെ നമ്മളത് ഉഷാറായി. പക്ഷേ കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. എടുത്ത വീഡിയോ ഞങ്ങളെ മുന്നിൽ കണ്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, ചെറിയൊരു പെരുന്നാൾ വ്ളോഗായിട്ട്. വീഡിയോ കാണാഞ്ഞിട്ടേ കുറേ കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, എന്താ വീഡിയോ വരാത്തത്, എന്നും ഇങ്ങനെ 2 മണിക്ക് വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോ കാണാനായിട്ടൊരു പൊറുതിയേട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ തറവാട് വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടാട്ടോ അതൊക്കെ കൊണ്ടാണ് പിന്നെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രിയിൽ വലിയ പണിയൊന്നുമില്ലല്ലോ, ബിരിയാണി അല്ലേ, രാവിലെ നമുക്ക് ദമ്മിടാമെന്ന് വിചാരിച്ചു. പിന്നെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലായി. അങ്ങനെ അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ. അങ്ങനെ ഓരോതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടിലത്തെ കുട്ടികൾക്കും ഒക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത്. ചിഞ്ചുമോളാട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് മുന്നേ കുറച്ച് ആദ്യമൊക്കെ ഈ ഒരു ഡ്യൂട്ടി എനിക്ക് തന്നെ കേട്ടോ, ഞാനാണ് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ചിഞ്ചുമോൾ കുറച്ച് വലിയ കുട്ടിയെ കൊടുത്തുനിന്നിട്ട് ഓൾ തന്നെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ പുതിയണ്ണാക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനൊക്കെ പോവലുണ്ട്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി മസാലയൊക്കെ റെഡിയാക്കി വെച്ച്. പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചതല്ലേ വീഡിയോയിൽ, അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ വറ്റിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. ഇപ്പോൾ തിളപ്പിച്ചൂറ്റലില്ല, നമ്മൾ കൈമ റൈസ് യൂസ് ചെയ്യൽ തുടങ്ങിയപ്പോൾ അങ്ങനെ തിളപ്പിച്ചൂറ്റിയിട്ട് വെക്കലില്ല, നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കാം കേട്ടോ ചെയ്യൽ. പിന്നെ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അതിക്കുള്ള മസാല ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ സവാളയൊക്കെ വഴറ്റി മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനും. അതേപോലെ ചോറും വറ്റിച്ചെടുത്ത് പിന്നെ അത് ബിരിയാണി ചെമ്പക്കാക്കി ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ പെരുന്നാൾ ദിവസം രാവിലെ ഇവിടെ ഒന്നും ചായക്ക് കടി ഉണ്ടാക്കലില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രെഡോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് പിന്നെ ചായ കുടിക്കൽ. പള്ളിയിൽ പോയി വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട്, അടുപ്പത്താണ്. പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്, ചെറുപയർ പരിപ്പും ഉണക്കലരി വെച്ചിട്ടുള്ള പായസമായിട്ട് ഉണ്ടാക്കുന്നത്, അതും അതിൻ്റെ അടിയിൽ കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ഇപ്പം കുട്ടികളൊക്കെ കുളിച്ച് പള്ളിയിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലെ പിടിച്ച് നിർത്തിയാണ്ട് ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാട്ടോ, നമ്മൾ ബാവുക്കാക്കൂനൊക്കെ ഒന്ന് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കൂട്ടുകാരനെ ചില കൂട്ടുകാർ ചോദിക്കലുണ്ട്, ഇപ്പം വീഡിയോയിൽ കണ്ടിട്ട് കുറേ അയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്പം വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല, അതൊക്കെയാണ് കേട്ടോ പ്രശ്നം. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരലുണ്ട്, പിമ്മയൊക്കെ വരലുണ്ട്. അതേപോലെ ഉമ്മാനെയും എല്ലാവരും നിർത്തി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പള്ളിയിലൊക്കെ പോയി പിന്നെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കലൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ഞാനും പോയിട്ട് കുളിച്ച് നമ്മളെ പുതിയ ഫ്രോക്ക് നെറ്റിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നെറ്റിയാണ് ഞാൻ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, അനിയത്തി അടിച്ചെന്നതാണ് കേട്ടോ. ഇപ്പോൾ നെറ്റി ആക്കിയിട്ട് അടിക്കലില്ല, അതേപോലെ ഫ്രോക്ക് നെറ്റി ആക്കിയിട്ടാണ് അടിക്കൽ. പിന്നെ ഇനി ഇപ്പം മക്കളൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് നമ്മളെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണിയൊക്കെ പൊട്ടിച്ചു. പിന്നെ കുറച്ച് പപ്പടം പൊരിക്കാണ്ടേനി, അതൊക്കെ പൊരിച്ചു. അതിൻ്റെ അടിയിൽ പായസം ഉണ്ട് കേട്ടോ അടുപ്പത്ത്, അതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇവിടുത്തെ അടുപ്പ് പിന്നെ ഈ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് നല്ല കനലുണ്ടാവും. അപ്പോൾ ആ കനലും അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് മക്കളൊക്കെ വന്നപ്പോൾ പിന്നെ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ഒക്കെ പാത്രത്തിലൊക്കെ ആക്കണുണ്ട്. ഇനി കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ നിങ്ങൾ പെരുന്നാൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ. ഞങ്ങളിവിടെ തന്നെയാണ് ഉണ്ടാക്കിയത്, ഈ ചിക്കൻ ബിരിയാണിയും പിന്നെ അതേപോലെ കുറച്ച് പായസം ഉണ്ടാക്കി, അത്രയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പെരുന്നാൾ ഫുഡ്. ചില നാട്ടിലൊക്കെ എന്തെങ്കിലും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, ഈ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്, ഓരോ വീഡിയോസിലൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മളെ ഹസ്ബൻഡുമാരൊന്നും നാട്ടിലില്ലെങ്കിൽ പിന്നെ പറയണ്ട, നമ്മളെ പെരുന്നാൾ ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും വെച്ചുണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. പിന്നെ നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോവും, അതേപോലെ പോവുകയാണെങ്കിൽ ഉപ്പാൻ്റെ വീട്ടിൽ കൂടെയൊക്കെ ഒന്ന് പോവും, അതേപോലെ നമ്മളെ വീട്ടിലേക്കും പോവും. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ. അല്ലാതെ വേറെ പെരുന്നാളിൻ്റെ അന്ന് ടൂറൊന്നും പോവലില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ പെരുന്നാളൊന്നും വലിയൊരു ആഘോഷമൊന്നും ഇല്ല അല്ലേ. പിന്നെ പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ ബിരിയാണിയൊക്കെ ചിലപ്പോൾ പെരുന്നാളിൻ്റെ അന്നോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അതേപോലെ ഡ്രസ്സും തന്നെ പെരുന്നാൾക്കൊക്കെ തന്നെ നമുക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും
ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഓർക്ക് ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഫുഡിനോടുള്ള പ്രിയോ ഇല്ല, ഡ്രസ്സിനോടുള്ള പ്രിയോ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണല്ലേ. പിന്നെ പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു സന്തോഷം എന്താ വെച്ചാൽ തറവാട്ടിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കുട്ടികളും വലിയവരൊക്കെ ഒരുമിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോക്കേസിൽ കാണുന്ന ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ അനിയത്തിക്കുട്ടിക്ക് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പറയലില്ലേ, ഓള് പിന്നെ നല്ലോണം ഡാൻസ് കളിക്കലുണ്ട്. അപ്പോൾ സ്പെഷ്യൽ സ്കൂളിലാണ് ഓള് പഠിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ജില്ലയ്ക്ക് കൊണ്ടുപോകും, അതേപോലെ സ്റ്റേറ്റിക്ക് കൊണ്ടുപോകും, അവിടെ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടലുണ്ട്. അങ്ങനെ കിട്ടുന്ന ട്രോഫികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാനും ഉമ്മയും ഇളച്ചിയും ഞങ്ങളാണ് പിന്നെ ഫുഡ് കഴിക്കാണ്ടായിരുന്നത്. ഞങ്ങളും എല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നാത്തൂനും കുട്ടികളൊക്കെ ഇനി ഉച്ച കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ പായസമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പായസം പിന്നെ വൈകുന്നേരമാണ് കുടിക്കുക, പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ. അപ്പം അതൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, നമ്മളെ വാവുക്കാപ്പൂൻ്റെ പെങ്ങളെ വീട്ടിൽ കിട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങളെയും വൈഫും കുട്ടികളൊക്കെ ആ ഒരു സമയത്താണ് വന്നത്. അപ്പോൾ ഒരു പിന്നെ അങ്ങോട്ടാണ് വന്നത്, നാത്തൂൻ്റെ വീട്ടിലേക്കാണ് വന്നത്. പിന്നെ അവിടുന്ന് വീണ്ടും തറവാട് വീട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പായസം കേട്ടോ. കാണുമ്പോൾ വലിയ ക്ലിയർ ഒന്നുമില്ല, പക്ഷേ കുടിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ പരിപ്പും ഉണക്കലരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ പായസമാണ്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം. പിന്നെ മക്കളെയൊന്നും ശരിക്കും ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒക്കെ ഓരോ ഫ്രണ്ട്സുകൾ വരും, ഓരോപ്പം പോവും. അങ്ങനെയായിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ അവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ നമ്മളെ വലിയ പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ, തറവാട് വീട്ടിലത്തെ. പിന്നെ ഇതാ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണോടത്തേ 2 സൈഡും പാടം, നടുക്ക് റോഡുമായിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ വണ്ടിമ്മ പോന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്താട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബലിപെരുന്നാൾ വരുമ്പം ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ 7ാം പെരുന്നാൾക്കല്ലേ മരിച്ചത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു 4 വർഷമായിട്ട് ഇപ്പം മരിച്ചിട്ട്, ഈ ഒരു 7ാം പെരുന്നാൾക്ക് 4 വർഷമാവും. അപ്പോൾ ഇപ്പം മരിച്ച ഒരു വർഷത്തെ ബലിപെരുന്നാളൊക്കെ ഞാനുപ്പി ഹോസ്പിറ്റലിലേനി. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓർമ്മ വരും ചിലപ്പോൾ. പിന്നെ വീട്ടിൽ വന്നാൽ ഈ ഒരു സിറ്റ് ഔട്ടിലുണ്ടാവും ഉപ്പ. സിറ്റ് ഔട്ടിൽ ഈ ഒരു കസേരയിൽ അപ്പം ഇരിക്കട്ടോ. അപ്പോൾ ഇപ്പോൾ ഇരിക്കണ സ്ഥലത്തിരുന്നാണ്ടാണ് ഞാൻ പായസമൊക്കെ കുടിച്ചത്. അമ്മ സേമിയ പായസം ആട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അവിടെ ബീഫ് ബിരിയാണി ഉണ്ട്. ബിരിയാണി കഴിച്ചാൽ മടുക്കൂലേ പെരുന്നാൾക്ക്. അവിടെ ചിക്കൻ ബിരിയാണി, ഇവിടെ ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെ ആണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ ചോറൊന്നും കഴിക്കാനുള്ള മൂടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഏറെ ഉപ്പാനെ മിസ് ചെയ്യും. ഇനി ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസം വരാനായി. 7ാമത്തെ പെരുന്നാൾക്കാണ് ആണ്ട് ദിവസം. അപ്പോൾ അന്ന് ഇനി ഉപ്പാൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പ നിങ്ങൾ കണ്ടിക്കണോ അല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ആങ്ങളെയും വൈഫൊക്കെ ഓളെ വീട്ടിൽ പോയാണ്ട് രാത്രിയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഐസൊക്കെ കൊണ്ടുവന്നീനെ. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.